ഇത് മാങ്ങ അല്ല. അല്ല. ഇത് തേങ്ങ അല്ല. അതെ, ഇത് തേങ്ങയല്ല, ഇത് മാങ്ങയല്ല. അതിന് എന്ത് ചെയ്യണം? ഇത് വാക്കത്തി അല്ല. ഇത് തേങ്ങയല്ല, ഇത് മാങ്ങയല്ല, ഇത് വാക്കത്തിയല്ലെന്ന് എനിക്കറിയാം. അല്ല, എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? പണിക്കോളല്ല ഉദ്ദേശം ഉണ്ടാ? എത്ര ദിവസമായി? 2 ആഴ്ച മേലെയല്ലേ പണിയില്ലാണ്ടിരിക്കണു? ഈ മുറത്തിലെ സാധനങ്ങൾ തിരുന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് വിശക്കൂലേ? എന്താ ഉദ്ദേശം? എനിക്കത് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യം തീരുമാനിക്കാൻ. കുറെ ദിവസം തേങ്ങയല്ലേ മാങ്ങയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. കാര്യമൊക്കെ ശരി, എന്താ ഉദ്ദേശം? ആരെ വിളിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, നാളെ പണിക്ക് പോയേ പറ്റൂ. അല്ലാതെ ഒരു കോംപ്രമൈസിന് ഞാനല്ല. അല്ലെങ്കിൽ കത്തിച്ചു കുത്തുന്നല്ല. അപ്പം മിറ്റി അടി പിടിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ശരിയാ ശരിയാ. എല്ലാ ആവശ്യം ഉണ്ടാക്കണം. ഹലോ, ഡാ നീ എവിടെയാ? നീയേ രാവിലെ സെറ്റിലോട്ട് പോരും. എന്ത് പറ്റിയെന്നോ? ഇവിടെ പണി പാളിപ്പോടാ. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സംഭവം കാണിച്ചുകൊണ്ടിരുന്നത്. നാളെ രാവിലെ നീ പണിക്ക് വന്നിട്ട് നീ പണിക്ക് വരണ്ട കേട്ടോ. നീ കാരണം ഇപ്പം എൻ്റെ എത്ര ദിവസത്തെ ലീവാ? ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇപ്പം മാറുമാറുന്നതെന്ന് നിനക്കറിയാവോ? അതെനിക്കറിയേണ്ട കാര്യമില്ല. നാളെ നീ പണിക്ക് രാവിലെ അവിടെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ അവൾ രാവിലെ കത്തിയെടുത്ത് എൻ്റെ പൊള്ളയ്ക്ക് ഓട്ടി വരും. ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ. ഒന്നുമില്ല, അവിടെ വന്നാൽ മതി. മടി. ഒരു മാസമായി ഞാൻ പണിക്ക് പോകാതെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. വെച്ചിട്ട് പോയേ. നാളെ വരേക്ക് വന്നാണ് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെച്ചിട്ട് പോ. ഓരോരുത്തരൊക്കെ ഓരോ കാര്യം ഉണ്ടാക്കി ഉള്ള കുടുംബത്തിൻ്റെ സമാധാനം പോയി. എന്തൊക്കെ പണിയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് പണിയാതിരിക്കാൻ വേണ്ടി. നാണം കേട്. ഇങ്ങനെയൊക്കെ എത്ര ആകുമ്പോൾ ഇനി വേറെ ഉണ്ടാകും ദൈവമേ.